എല്ലാവർക്കും നമസ്കാരം. ന്യൂ മാസ്റ്റർ വാസ്തുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജേന്ദ്രൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് ന്യൂമറോളജിയെ പറ്റിയാണ്. ഒരു രസകരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ, എല്ലാവരും പേരിടും. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ അവരുടെ പേരിനകത്ത് ഏതെങ്കിലും ഒരു അക്ഷരം കൂടിയിരിക്കും. എന്നാൽ വായിക്കുമ്പോൾ നമുക്ക് അത് തന്നെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏതോ ഒരു അക്ഷരം കൂട്ടുക, അല്ലെങ്കിൽ ഒരു എ കൂട്ടുക, അങ്ങനെയൊക്കെ നമുക്ക് കാണാം. എന്തിനാണ് ഈ അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കുന്നത്, അല്ലെങ്കിൽ ഒരു എ കൂട്ടുന്നത്, അല്ലെങ്കിൽ ഒരു എസ് ചേർക്കുന്നത്, എന്തിനാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഒരാളുടെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം, അയാളുടെ പേരെടുക്കാം, എന്നിട്ട് എന്താണ് അതിൻ്റെ വാല്യൂ എന്ന് നോക്കാം. അപ്പം ഞാൻ ഈ എപ്പിസോഡിന് മുമ്പ് ഒരു എപ്പിസോഡിൽ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും പറ്റി നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ ആ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ തീയതി, അത് ഇരട്ട സംഖ്യയാണെങ്കിൽ അത് രണ്ടും കൂടി കൂട്ടുക, അല്ലെങ്കിൽ സിംഗിൾ ആണെങ്കിൽ ആ സംഖ്യ, അതാണ് ക്യാപ്റ്റൻ. മൊത്തം എല്ലാം കൂടി കൂട്ടുന്നത് എന്ന് വെച്ചാൽ തീയതി, മാസം, വർഷം, അതെല്ലാം കൂടി കൂട്ടുന്നത് വൈസ് ക്യാപ്റ്റൻ. എന്താണ് ക്യാപ്റ്റൻ, എന്താണ് വൈസ് ക്യാപ്റ്റൻ എന്ന് ചിലർക്ക് മനസ്സിലായി കാണുകയില്ല. അതിനുവേണ്ടി ഞാൻ ഐ ബട്ടണിൽ ഇതിനു മുമ്പ് ചെയ്ത എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് അവിടെ നിന്നും നിങ്ങൾ എടുത്ത് കാണണം, എന്നാലേ ഞാൻ ഇപ്പോൾ പറഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുക, അത് സാങ്കല്പികമാണ്, അങ്ങയുടെ പേരും സാങ്കല്പികമാണ്. 1/12/1986. ആ ആളുടെ പേര് രാജേഷ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഡേറ്റ് ഓഫ് ബർത്തിന് അനുസരിച്ച് പേര് മാച്ചിങ് ആണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 1/12/1986 എന്നുള്ളത് നമ്മൾ ടോട്ടൽ കൂട്ടുമ്പോൾ 28 എന്ന് കിട്ടും. ഒന്നെന്ന് പറയുന്നത് സിംഗിൾ ഡിജിറ്റ് ആയതുകൊണ്ട് 1 തന്നെയാണ്. അപ്പോൾ ക്യാപ്റ്റൻ 1, വൈസ് ക്യാപ്റ്റൻ 28 എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. 2 + 8 10, 1 + 0 1. അപ്പോൾ വൈസ് ക്യാപ്റ്റനും 1. അപ്പോൾ ക്യാപ്റ്റൻ 1, വൈസ് ക്യാപ്റ്റൻ 1. ഇനി പേരിൻ്റെ മൊത്തം സംഖ്യ നമുക്ക് നോക്കാം. രാജേഷ് എന്നാണ് അങ്ങയുടെ പേര്. RAJESH. അത് ചാർട്ടിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. മൊത്തം എല്ലാം കൂടി കൂട്ടുമ്പോൾ 17 എന്ന് കിട്ടും. 1 + 7 8 എന്ന് കിട്ടും. ഈ 8 നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തായ 1നോടും, എന്ന് വെച്ചാൽ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് 1, വൈസ് ക്യാപ്റ്റൻ എന്നും പറയണതും 1. ഈ 1ഉം 8ഉം നമുക്ക് ബദ്ധശത്രുക്കളാണ്. 1 എന്ന് പറയുന്നത് സൂര്യൻ, 8 എന്ന് പറയുന്നത് ശനി. ഇവർ തമ്മിലുള്ള ഈ ശത്രുത കാരണം നമ്മുടെ ഈ പേര് ഇതിനോട് മാച്ച് ചെയ്യുന്നില്ല. ഈ പേരിനെ നമ്മൾ തിരുത്തുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ലെറ്റർ അതിനോട് ആഡ് ചെയ്യുക. എന്നാൽ ഉച്ചാരണത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാകരുത്. അപ്പോഴാണ് നമുക്കതിനൊരു നല്ലൊരു ഭംഗി വരുന്നത്, അല്ലെങ്കിൽ ഒരു അഭംഗിയാവും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ രാജേഷ് എന്നുള്ള പേരിനോടുകൂടി ഇംഗ്ലീഷ് ലെറ്ററുകൾ ഏതെങ്കിലും ഒരു ലെറ്റർ നമ്മൾ ചേർത്ത് നോക്കാം. അതിൻ്റെ ടോട്ടൽ വാല്യൂ എന്താണെന്ന് നോക്കണം. അതിനുശേഷം നമ്മുടെ ജനിച്ച ഗ്രഹനിലയുണ്ട്, ആ ഗ്രഹനിലയിലുള്ള ഗ്രഹങ്ങളുമായിട്ട് ഈ നമ്മൾ ചേർത്തപ്പോൾ കിട്ടിയ സംഖ്യയായിട്ട് ഒരു ബന്ധമുണ്ട്. ആ സംഖ്യക്കൊരു ഗ്രഹം ഉണ്ടാവും. അതിൽ 1 എന്ന് പറയുന്നത് സൂര്യനും, 2 എന്ന് പറയുന്നത് ചന്ദ്രനും, 3 എന്ന് പറയുന്നത് വ്യാഴവും, 4 എന്ന് പറയുന്നത് രാഹുവും, 5 എന്ന് പറയുന്നത് ബുധനും, 6 എന്ന് പറയുന്നത് ശുക്രനും, 7 എന്ന് പറയുന്നത് കേതുവും, 8 എന്ന് പറയുന്നത് ശനിയും, 9 എന്ന് പറയുന്നത് ചൊവ്വയുമാണ്. ഈ 9 ഗ്രഹങ്ങൾ നമ്മൾ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയായിട്ട് നമ്മുടെ ഗ്രഹനിലയിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണ് നമ്മൾ പേര് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടി വരുമ്പോൾ ന്യൂമറോളജിയെ മാത്രം നമ്മൾ ആശ്രയിക്കരുത്. നമ്മുടെ ജനിച്ച ഗ്രഹനിലയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വേണം നമ്മുടെ പേര് തിരുത്തുവാൻ.
അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും പേരെങ്ങനെ നമ്മൾ തിരുത്തും എന്ന്. ഒരു കാരണവശാലും ആരും വിഷമിക്കേണ്ട. സിമ്പിളായിട്ട് നമുക്ക് മാറ്റാനുള്ള എല്ലാ ടെക്നോളജിയും ഇപ്പോൾ അവൈലബിളാണ്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നിങ്ങൾക്ക് ഈ ഇന്നത്തെ വിഷയം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കണം. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നമസ്തേ.